വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് 6th സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ആണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഏത് രീതിയിലൊരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ദെൻ ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. BCom BBA തേർഡ് സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, BBA സ്റ്റുഡൻസിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റും, ഈ 3 അല്ലെങ്കിൽ ഈ പേപ്പേഴ്സിന്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനേക്കാൾ മുമ്പ് പറയാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റിന് ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് LR-Potti ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ നിന്ന് ആ ഒരു സെയിം ടൈപ്പ് ചോദ്യങ്ങളാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 5 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ഏരിയ ആണ്. ദെൻ പിന്നെ ഒരൊറ്റ മൊഡ്യൂൾ മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇതിനേക്കാൾ മുമ്പുള്ള വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ മാത്സ് ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇതിനേക്കാൾ മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ബട്ട് അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. മാത്സ് ഏരിയ ആദ്യത്തെ 4 മൊഡ്യൂൾസിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നു. അപ്പോൾ അതൊരു മാറ്റമാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ഇപ്രാവശ്യവും മേ ബി അത് തന്നെ ആവാനുള്ള സാധ്യത വേണമെങ്കിൽ വരാം. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഈ ഒരു മാറ്റത്തിനെ ഉൾക്കൊള്ളാം. ഇനി നമുക്ക് ഓരോ ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ ആണ്. നമുക്ക് 3 പാർട്ടിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 2 weightage 3 അല്ലെങ്കിൽ 2 മാർക്സ്, 5 മാർക്സ്, essay 3ലും വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മെട്രിക്സിലും എക്സ്പെക്ട് ചെയ്യാം. പ്രോഗ്രഷൻ GP ചില സമയത്ത് essayക്ക് അടക്കം അതിൽ നിന്ന് വരുന്നതാണ്. 2 and 5 മാർക്സ് ഷുവർ ആയിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ ആണ്. അതിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഫൈനലി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ മീൻ മീഡിയം മോഡ് ഒരു ടോപ്പിക്ക്, പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അപ്പോൾ essayക്ക് മിക്കതും ഒരു ചോദ്യം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ്, അത് ചിലപ്പോൾ ഡിസ്പേർഷനിൽ നിന്നാവും. പിന്നെ നമുക്ക് 5 മാർക്സിൻ്റെ ഒരു പ്രോബ്ലം, പിന്നെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ഈ രീതിയിലാണ് വരാറ്. മീൻ മീഡിയം മോഡിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്സിന് ഇട്ടാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, essay, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ 4 essay എന്ന് പറയുമ്പോൾ 4 ചാപ്റ്ററിൽ നിന്ന് വരും. മൊത്തം 5 മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ 3 എണ്ണം വരുന്നത് മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്നും 1 എണ്ണം സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മെജോറിറ്റി വരുന്നത് മാത്തമാറ്റിക്സ് ഏരിയയിൽ നിന്നാണ് എന്ന്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഏതൊരു അപ്രോച്ചാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം പഠിച്ചാൽ ആദ്യ കാലഘട്ടത്തിൽ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ പാസ് മാർക്ക് കിട്ടാറുണ്ട്. ബട്ട് ഇപ്പം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 2 മാർക്സിൻ്റെ 2-3 എണ്ണം, പിന്നെ പാർട്ട് ബിയിലാണെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. essayക്കും അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മീൻ മീഡിയം മോഡും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ പറയുന്ന മാത്തമാറ്റിക്സ് ഏരിയയിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ, ഇപ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ, അത് കുറച്ചും കൂടി എളുപ്പമുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ ഇക്വേഷൻസ്, ഈ പറയുന്ന 2-3 ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്കിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ ആണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൽ മിക്ക പേപ്പറിലും തിയറി ഓഫ് ഇക്വേഷൻ, പ്രോബ്ലം, 2 മാർക്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും
1 2 ഉണ്ടാവും. അതുപോലെ തന്നെ പാർട്ട് ബിയില് 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരെ ഇക്വേഷനിൽ നിന്ന് വരുന്നുണ്ട്. എസ്സേക്കും ഒരെണ്ണം ഇടുന്നുണ്ട്. അപ്പോൾ 3 പാർട്ടിലും നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു 2 മാർക്സിൻ്റെ ചോദ്യം പ്രോബ്ലത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആദ്യം തന്നെ ദെൻ ഈ പറയുന്ന സൈമിൾട്ടേനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരിക്കാം. അതല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ അത് ചിലപ്പോൾ 2 മാർക്സോ അതല്ലെങ്കിൽ 5 മാർക്സോ ആയിരിക്കാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ് 2 മാർക്സിൻ്റെ മിക്ക പേപ്പറിലും കാണുന്നതാണ്. ഇക്വേഷൻ എന്താണ് 2 മാർക്സിൻ്റെ തിയറി, അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ എന്താണ് എന്നുള്ളതൊക്കെ നിർബന്ധമായും കൺസെപ്റ്റ് പഠിച്ചു വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞു പ്രോബ്ലത്തിലേക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 2 മാർക്സിലും ഉണ്ടായിരുന്നു, 5 മാർക്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻ്റെ എല്ലാ പ്രോബ്ലംസും ആദ്യം കാണുന്നത് നിങ്ങൾ നിർബന്ധമായും നോക്കിയിരിക്കണം. 3 പാർട്ടിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതിലിപ്പോൾ അത്രയും പറയാണല്ലോ. ഇതൊക്കെ എന്താണ് 2 മാർക്സിൻ്റെ തിയറിയും പ്രോബ്ലമാണ്. 2 മാർക്കിനേക്ക് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 5 മാർക്സിനേക്ക് ഉണ്ടായിരിക്കും, എസ്സേക്ക് ഉണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ലീനിയർ ഇക്വേഷൻ്റെ പ്രോബ്ലം എസ്സേക്ക് വന്നതാണ്. നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ ആ ഒരു ചാപ്റ്ററിലത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. വേറെ അഡീഷണൽ ആയിട്ടൊന്നും പറയാനില്ല. പിന്നെ വരുന്നത് മെട്രിക്സ് ആണ്. ഇതിൽ നിന്നും 2 മാർക്സിൻ്റെ ഒരുപാട് തിയറി, അതുപോലെ തന്നെ പാർട്ട് ബി, പാർട്ട് സി 3ലും പ്രതീക്ഷിക്കാം. എസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു, പാർട്ട് ബിയിലുണ്ടായിരുന്നു, പാർട്ട് എയിലെ തിയറി ഒരുപാട് വരാറുണ്ട്. അപ്പോൾ എന്താണ് മെട്രിക്സ്, പിന്നെ ഓർഡർ ഓഫ് മെട്രിക്സ്, അതിന് ശേഷം ടൈപ്പ് ഓഫ് മെട്രിക്സ് കാണാം. അതിൽ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 1 2 ചോദ്യങ്ങൾ റിപ്പീറ്റ് ആണ് മിക്ക പേപ്പറിലും. അതിൽ ഇപ്പോൾ സ്ക്വയർ മെട്രിക്സ്, കോളം മെട്രിക്സ്, ഡയഗണൽ, സ്കാലർ മെട്രിക്സ്, നൾ, ട്രയാങ്കുലർ ഒരുപാട് കാണാൻ സാധിക്കും. മിക്ക പേപ്പറിലും മാറി മാറി വരുന്നതാണ്. ഇപ്പോൾ സ്കാലർ മെട്രിക്സ് ചോദിക്കാറുണ്ട്, ഓർഡർ ഓഫ് എ മെട്രിക്സ്, മൈനർ എലമെന്റ് ഓഫ് എ മെട്രിക്സ്, ട്രയാങ്കുലർ മെട്രിക്സ്, അപ്പോൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, ദെൻ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് പ്രോബ്ലം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ മെട്രിക്സിലെ ഡിഫറെൻറ്റ് ടൈപ്സിലെ 1 2 ചോദ്യങ്ങൾ പലപ്പോഴും റിപ്പീറ്റ് ആണ്. നിർബന്ധമായും പഠിക്കാൻ നോക്കുക, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഞാൻ പറഞ്ഞു പ്രോബ്ലം 2 മാർക്സിൻ്റെ ഒരെണ്ണം ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് പ്രോബ്ലം, അതുപോലെ തന്നെ 5 മാർക്സിൻ്റെയിലും എസ്സേക്ക് നിർബന്ധമായും പ്രതീക്ഷിക്കാം. എല്ലാ പേപ്പറിലും ഉണ്ടാവുന്നതാണ് എസ്സേക്ക് മെട്രിക്സിൻ്റെ ഒരു പ്രോബ്ലം. ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് പ്രോബ്ലം ഞാൻ പറഞ്ഞു റിപ്പീറ്റ് ആണ്, അതും പഠിച്ചിരിക്കണം. മൈനർ എലമെന്റ് ഓഫ് എ മെട്രിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു 2 മാർക്സിൻ്റെ തിയറി വന്നിട്ടുള്ളതാണ്. കോഫാക്ടർ ഓഫ് ആൻ എലമെന്റ് 2 മാർക്സിൻ്റെ തിയറി വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമുക്ക് തിയറിക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ മെട്രിക്സിൽ നിന്ന് ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ 2 മാർക്സിൻ്റെ തിയറിയും വരാറുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം വരാറുണ്ട്. പ്രോബ്ലം 2 മാർക്സിൻ്റെ 5 മാർക്സിൻ്റെ എസ്സേ 3 പാർട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ അതിനുശേഷം ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് വരാഞ്ഞത്. അതിനേക്കാൾ മുമ്പുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്സേ ആയിരുന്നു. ക്രമേഴ്സ് റൂള് വെച്ചിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക ഈ പറയുന്ന മെട്രിക്സിൽ. അപ്പോൾ ക്രമേഴ്സ് റൂൾ എന്താണെന്ന് മാത്രം ചിലപ്പോൾ 2 മാർക്സിൻ്റെ തിയറി ചോദിക്കാറുണ്ട്, എസ്സേക്കും വരാറുണ്ട് പ്രോബ്ലം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം മാത്രമാണ് അത് വരാത്തത്. അതിനേക്കാൾ മുമ്പുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്സേ എന്ന് പറയുമ്പോൾ ക്രമേഴ്സ് റൂള് മസ്റ്റായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ടാണ് ഇടാഞ്ഞെന്ന് അറിയില്ല. അപ്പോൾ മെട്രിക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ എന്താണ് മെട്രിക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, അതിൽ പറഞ്ഞിട്ടുള്ള ഞാൻ എല്ലാ മെട്രിക്സിലെ പല ചോദ്യങ്ങൾ പറഞ്ഞില്ലേ, ഇതൊക്കെ നോക്കുക. 2 മാർക്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, 5 മാർക്സിൻ്റെ ഉണ്ടായിരിക്കും, എസ്സേക്ക് ഉണ്ടായിരിക്കും. അതിൽ ക്രമേഴ്സ് റൂള് എടുത്ത് പഠിക്കുക. ഓക്കെ, സോ ഈ 2 മൊഡ്യൂളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ. സോ ഇതിലെ 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ടോപ്പിക്സിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബട്ട് ചില സമയത്ത് GP കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം എസ്സേക്കും ഇടുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ GP കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം എസ്സേക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ AP എന്താണ്, അതിൻ്റെ പ്രോബ്ലം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ പ്രോബ്ലം റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. APയുടെ nth ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരെണ്ണമുണ്ട്. നിങ്ങൾ ഏത് പേപ്പർ നോക്കിയാലും കാണാൻ സാധിക്കും AP റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. അതുപോലെ തന്നെ APക്ക് ശേഷം
5 മാർക്കിൻ്റെ റിപ്പീറ്റ് ചോദ്യമാണ്. അരിത്തമെറ്റിക് മീൻ അതിൽ 2 എണ്ണത്തിൻ്റെ ഇൻ ബിറ്റ്വീനുള്ള എന്താണ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഡിഫൈൻ അരിത്തമെറ്റിക് മീൻ ഓൾസോ ഇൻസേർട്ട് 4 അരിത്തമെറ്റിക് മീൻ ബിറ്റ്വീൻ 2 നമ്പേഴ്സ് തന്നിട്ടുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട് ഇതിൽ. അരിത്തമെറ്റിക് മീനിൻ്റെ 5 മാർക്കിൻ്റെ ഈ ഒരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നതാണ്. അരിത്തമെറ്റിക് മീനിൻ്റെ ഈ ഒരു പ്രോബ്ലം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ അരിത്തമെറ്റിക് മീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് വരണം. പിന്നെ ജിപിയുടെ തിയറിയും പഠിക്കണം, അതുപോലെ തന്നെ പ്രോബ്ലം പഠിക്കണം. ഞാൻ പറഞ്ഞു SAയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന 5 മാർക്സിൻ്റെ ചോദ്യത്തിലും വരാറുണ്ട്. ചില സമയത്ത് 2 മാർക്സിലേക്കും അത് ഇടാറുണ്ട്. അപ്പോൾ GP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SAയ്ക്ക് മാറി കണ്ടുവരാറുള്ളതാണ്. പിന്നെ ജോമെട്രിക് മീൻ എന്താണ് 2 മാർക്സിൻ്റെ തിയറി കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മിക്ക പേപ്പറിലും കണ്ടുവരുന്നത് GP പിന്നെ ഹാർമോണിക് പ്രോഗ്രഷൻ ഉണ്ട്, GP HP, ഇതൊക്കെ എന്താണ് എന്നുള്ളതിൻ്റെ തിയറിയും അതുപോലെ തന്നെ പ്രോബ്ലം. ദെൻ ഈ പറയുന്ന അരിത്തമെറ്റിക് മീനിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം പറഞ്ഞു, അത് നോക്കിയിരിക്കണം. GPയുടെ പ്രോബ്ലം SAയ്ക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ ഇതും 3 പാർട്ടിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ തിയറിക്കും അതുപോലെ തന്നെ പ്രോബ്ലം. തിയറി എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെയിലാണ് കൂടുതൽ AP GP കണ്ടുവരാറ്. സോ ഇങ്ങനെ 3 പാർട്ടിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നിർബന്ധമായും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4 ആണ്. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് മൊഡ്യൂൾ നമ്പർ 4, ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ. സോ ഇതിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ദെൻ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, 2 മാർക്കിൻ്റെ തിയറിയും ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ തിയറിയും വരാറുണ്ട്. സോ നിർബന്ധമായും സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. 2 മാർക്കിൻ്റെ തിയറി ആന്വിറ്റി എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, 2 മാർക്കിൻ്റെ തിയറി, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ പെർപെച്യൂറ്റി എന്താണ്, 2 മാർക്കിൻ്റെ തിയറി. എല്ലാ പേപ്പറിലും കാണുന്ന മറ്റൊരു ചോദ്യമാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം ഇതൊക്കെ എന്താണെന്നുള്ളത്. ആന്വിറ്റിയുടെ പ്രോബ്ലം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SA വന്നതാണ്, നിർബന്ധമായും പഠിക്കുക. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് ആന്വിറ്റിയുടെ പ്രോബ്ലം. ഓക്കെ, ആന്വിറ്റി പ്രോബ്ലം ഇപ്രാവശ്യത്തെ SAയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, നിർബന്ധമായും പഠിക്കുക. 4 SC ഉള്ളതുകൊണ്ട് തന്നെ 5 മൊഡ്യൂളിൽ 4 എണ്ണത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പിന്നെ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് EMI എന്താണ്, 2 മാർക്കിൻ്റെ തിയറി പലപ്പോഴും കണ്ടുവരാറുള്ളതാണ് EMIയുടെ തിയറി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ആന്വിറ്റി, പെർപെച്യൂറ്റി, പിന്നെ തിയറി നോക്കണം. പിന്നെ ആന്വിറ്റിയുടെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ പ്രാവശ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ ഒരു കൺസെപ്റ്റ് 2 മാർക്കിനിൽ വന്നിട്ടുള്ളതാണ്. നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇഫക്റ്റീവ് ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം, ഇതിൻ്റെ ഒക്കെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ഇതിനകത്ത് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ളതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. സോ ഇതാണ് നമുക്ക് 4 മൊഡ്യൂള് മാത്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു വളരെ കുറഞ്ഞു, മൊത്തം മാത്സ് ആയിരുന്നു കളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് എന്തായാലും കൊടുത്തിരിക്കണം, ഞാൻ ഈ പറഞ്ഞ 4 മൊഡ്യൂൾസ്. ഇനി നെക്സ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് 2 മാർക്സിൻ്റെ 2 ചോദ്യമോ 3 ചോദ്യമോ വന്നു. പാർട്ട് ബിയിൽ 1 ചോദ്യങ്ങളാണ് കേട്ടെ, പാർട്ട് സിയിലും ഒരെണ്ണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മാർക്ക് SAക്ക് വരണം, 15 ഒരു 20 മാർക്കിൻ്റെ അടുത്താണ് ഈ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ നിന്ന് വന്നത്. ഇതിനെക്കാളും മുമ്പത്തെ പേപ്പറിലൊക്കെ ഇതിനായിട്ടും കൂടുതൽ വരാറുണ്ട്, ബട്ട് കുറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്സ് എക്സ്പെക്ട് ചെയ്യുന്ന ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതിലാദ്യം തന്നെ എരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്. ഇതൊക്കെ എന്താണ്, മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണ്, തിയറി. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോബ്ലം 5 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ് പ്രോബ്ലം നോക്കണം. അതുപോലെ തന്നെ ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ തിയറി നോക്കണം കേട്ടോ, നിർബന്ധമായും പഠിക്കണം. ദെൻ ചില സമയത്ത് ജോമെട്രിക് മീൻ, അത് നമ്മൾ ഇതിനായിട്ട് മുമ്പത്തേൽ പറഞ്ഞാണ് 2 മാർക്കിൻ്റെ തിയറി മാത്രമായിട്ട് വരാറുണ്ട്.
അപ്പോൾ അതാണ് ആദ്യത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് സെൻട്രൽ ടെൻഡൻസി, അതിനുശേഷം മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. സോ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്ക് 2 മാർക്സിൻ്റെ തിയറിയും അതുപോലെ തന്നെ എസ്സേക്ക് ഒരു പ്രോബ്ലം. ഇപ്പോൾ മാത്സ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളെങ്കിൽ 4 എസ്സേയിൽ 3 അവിടെ നിന്ന് അല്ലെങ്കിൽ 3 മാത്സിൽ നിന്ന് തന്നെ കിട്ടും, 2 എഴുതിയാൽ മതി. അതല്ല സ്റ്റാറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പേർഷനിലത്തെ ഒരു ടോപ്പിക്ക് നമുക്ക് എസ്സേക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 2 മാർക്സിൻ്റെ തിയറിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ റേഞ്ച് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് റേഞ്ച് പഠിച്ചിരിക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇതിൻ്റെ ഒക്കെ തിയറി കേട്ടോ. ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്താണ്, അതിൻ്റെ കോഎഫിഷ്യന്റ്, മീൻ ഡീവിയേഷൻ അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്സിൻ്റെ നോക്കണം. പിന്നെ പ്രോബ്ലം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മീൻ ഡീവിയേഷനോ റേഞ്ചും, ഇതിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കാണ് എസ്സേക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ നമ്മൾ കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒക്കെ തിയറി 2 മാർക്സിൻ്റെ ഏതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 5 മാർക്കിൻ്റെ സാധാരണ മീൻ മീഡിയം മോഡാണ് കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ കൂടുതൽ ഇതിലേതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സിൽ നിന്ന്, പിന്നെ ഇതിൻ്റെ ഒക്കെ തിയറിയിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിലും പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട്. പിന്നെ വാരിയൻസ് എന്താണ്, 2 മാർക്കിൻ്റെ തിയറി നിർബന്ധമായും പഠിക്കുക, 2 മാർക്സിൻ്റെ തിയറിയിൽ വരാറുള്ളതാണ്. ഇനി ഇതിൽ അവസാനം മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് എന്താണ് 2 മാർക്കിൻ്റെ തിയറി, കുട്ടോസിസ് എന്താണ് 2 മാർക്കിൻ്റെ തിയറി, അതൊക്കെ 2 മാർക്കിൻ്റെ തിയറിക്ക് വേണ്ടി മാത്രം, വേറെ ഒന്നും വരാറില്ല കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക്സിനൊക്കെ ഞാൻ ആദ്യം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളതാണ്, കാരണം ഒരുപാട് മാർക്സ് സ്റ്റാറ്റിൽ നിന്ന് വരാറുണ്ട്. ബട്ട് ഇപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു, മാത്സ് കൂടുതൽ വന്നു. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മുതൽ പഠിക്കുന്ന കുട്ടികൾ സ്റ്റാറ്റിക് പഠിച്ചിട്ട് ആദ്യം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിൽ ഞാൻ ഈ പറഞ്ഞ ഏരിയാസ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിക്കുക. എന്താണ്, ഡിസ്പേർഷനിൽ നിന്ന് ഒരു എസ്സേ വരും, സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് ഒരു 5 മാർക്കിൻ്റെ പ്രോബ്ലം, പിന്നെ 2 മാർക്കിൻ്റെ തിയറിയിൽ ഞാൻ പറഞ്ഞ മീൻ മീഡിയം മോഡോ ജിയോമെട്രിക് മീനോ, പിന്നെ റേഞ്ച്, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കുർട്ടോസിസ്, ഇതൊക്കെ ഇല്ലേ, ഇതിലേതെങ്കിലും ഒരെണ്ണം വരും. അങ്ങനെ 2 or 3 അപ്പോൾ അങ്ങനെ ടോട്ടൽ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പിന്നെ മെജോറിറ്റി നമ്മൾ മാത്സിൻ്റെ ഏരിയയിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 3 പാർട്ടിലും ചോദ്യങ്ങൾ വരുന്നതാണ്. ആദ്യത്തെ 4 മൊഡ്യൂൾ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എസ്സേ വരുന്നുണ്ട്, മെട്രിക്സിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ 2 മാർക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒക്കെ തിയറി നോക്കണം. പ്രോബ്ലംസ് പാർട്ട് ബിയിൽ കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഓക്കെ, തിയറിയൊക്കെ ഒരെണ്ണൊക്കെയാണ് വരുന്നത് കേട്ടോ. സോ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും വന്നിട്ടുണ്ടായിരുന്നത് കമ്പയറിംഗ് വിത്ത് ഇതിനായിട്ട് മുമ്പത്തുള്ള പേപ്പർ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് അതുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചോദ്യങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ഒരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.